നമസ്കാരം. ലോകത്തെ ആയുധ ഇടപാടുകളെ നിരീക്ഷിക്കുന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സിപ്രിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സ്വാധീനവും അയൽരാജ്യങ്ങളിലെ മാറ്റങ്ങളും വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. യുക്രൈൻ മാത്രമാണ് ഈ പട്ടികയിൽ ഇന്ത്യക്ക് മുന്നിലുള്ളത്. ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇന്നും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് റഷ്യയെയാണ്. രാജ്യത്തിന്റെ ആകെ ആയുധ ഇറക്കുമതിയുടെ 48% റഷ്യയിൽ നിന്നാണ് എത്തുന്നത്. റഷ്യയുടെ ആകെ ആയുധ കയറ്റുമതിയുടെ പകുതിയോളം വാങ്ങുന്നതും ഇന്ത്യയാണ് എന്നതും ശ്രദ്ധേയമാണ്. എങ്കിലും സമീപകാലത്തായി ഇന്ത്യയുടെ താൽപ്പര്യങ്ങളിൽ വലിയ മാറ്റം പ്രകടമാണ്. റഷ്യയെ മാത്രം ആശ്രയിക്കുന്ന രീതി വിട്ട് ഇന്ത്യ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് തിരിയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനി ഫ്രാൻസാണ്. ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയുടെ 24% ഫ്രാൻസിൽ നിന്നാണ്. ലോകത്തെ 2ാമത്തെ വലിയ ആയുധ കയറ്റുമതി രാജ്യമായി ഫ്രാൻസ് മാറുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇന്ത്യയാണെന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. 2021-25 കാലയളവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ റഷ്യയുടെ ആയുധങ്ങൾ പ്രധാനമായും 3 രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. 48%വുമായി ഇന്ത്യ വാങ്ങുമ്പോൾ 13% ആയുധങ്ങളാണ് ചൈന വാങ്ങുന്നത്. ബെലാറസും 13% റഷ്യൻ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. റഷ്യയുടെ കയറ്റുമതിയിൽ വലിയൊരു ഭാഗം ഇന്ത്യ കൈക്കലാക്കുമ്പോഴും അമേരിക്ക, ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾ റഷ്യൻ വിപണിക്ക് വരും കാലങ്ങളിൽ വെല്ലുവിളിയായേക്കാം. ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാന്റെ കാര്യമെടുത്താൽ അവിടെ ആയുധ ഇറക്കുമതിയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2016-2020 കാലഘട്ടത്തെ അപേക്ഷിച്ച് 2021-25 പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതി 66% വർദ്ധിച്ചത്. ഇവിടെ മറ്റൊരു സുപ്രധാന മാറ്റം ചൈനയുടെ സ്വാധീനമാണ്. പാകിസ്ഥാൻ വാങ്ങുന്ന ആയുധങ്ങളിൽ 80%വും ചൈനയിൽ നിന്നാണ്. മുൻപ് ഇത് 73%. അതായത് പാകിസ്ഥാന്റെ പ്രതിരോധ മേഖല പൂർണ്ണമായും ചൈനയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ദക്ഷിണേഷ്യൻ മേഖലയിലെ ശക്തി സന്തുലനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യ ഒരു പ്രധാന ശക്തിയായി തുടരുകയാണ്. റഷ്യയുമായുള്ള ദീർഘകാല ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി പുതിയ സഖ്യങ്ങൾ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള പ്രതിരോധ കൂട്ടുകെട്ട് ഇന്ത്യ കൂടുതൽ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒന്നാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.